അച്ഛൻ്റെ തനതായ പ്രവർത്തന ശൈലിയും ആത്മീയ ഉത്കർഷവും നമ്മുടെ സമൂഹത്തിന് ഒത്തിരി ഉണർവ് പകരുന്നുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഞാൻ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോബിനച്ഛന് എല്ലാവിധ ആദരവോടും സ്നേഹത്തോടും കൂടി ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സന്ദേശം പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അച്ഛനെ ശ്രദ്ധയോടെ ഇരുന്ന് ശ്രവിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വികാരിച്ച കൊച്ചച്ച, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ആദ്യമേ തന്നെ വികാരിച്ചൻ്റെ സ്നേഹമുള്ള വാക്കുകൾക്ക് ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് ഇടവകയോട് ചേർന്ന് നിൽക്കാനായിട്ടും പ്രത്യേകിച്ച് വികാരിച്ച ഞങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ, പ്രത്യേകിച്ച് പരിത്രാണ ധ്യാന കേന്ദ്രത്തെയൊക്കെ ഒത്തിരി സ്നേഹത്തോട് ചേർത്ത് നിർത്തുന്നതിനുമൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടായ്മ സഭയോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധികാരികളോട് ചേർന്ന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നേ ദിവസം പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് കടന്നു പോകുന്ന ദിവസങ്ങളും നാളുകളുമാണല്ലോ. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിലൂടെയൊക്കെ നമ്മുടെ കുടുംബം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായി ഈ ഇടവകയോട് ചേർന്ന് നിൽക്കാനായിട്ട് അച്ഛൻ നൽകിയ അവസരത്തിനും നന്ദി പറയുന്നു. ഈശോയുടെ വചനം കേട്ടുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് പ്രവേശിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോഫോസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ വിശുദ്ധ വചനഭാഗത്തോട് ചേർന്ന് നിന്ന് ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായോട് ചേർന്ന് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രത്യാശയുടെ പ്രകാശമായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഈ വചനത്തിന് മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുകയാണ്. പ്രത്യാശയുടെ പ്രകാശം, ആ പ്രകാശം ഈശോ തന്നെയാണല്ലോ. ഈ ലോകത്തിൽ ഈശോ ലോകത്തോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. ശരിക്കും ഈശോ നൽകിയ പ്രകാശം മറ്റൊരു വിധത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച പാനപാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ പാനപാത്രം പിതാവിൻ്റെ കരങ്ങളിൽ നൽകിയിരിക്കുന്നുവെന്ന് ഹൃദയത്തിൽ സ്വീകരിച്ച് ആ രക്ഷാകര ദൗത്യത്തിൻ്റെ 3 വർഷങ്ങൾ ഈശോ തൻ്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാനം നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കുന്ന ഈശോയുടെ ആ പീഡാനുഭവവും കുരിശുമരണത്തെക്കുറിച്ചും ഒക്കെ ധ്യാനിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ദുഃഖവെള്ളിയാഴ്ച തുടർന്ന് ഉയർപ്പ്, ഇതിനോടെല്ലാം ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും ഈശോയുടെ ഈ 3 വർഷത്തെ രക്ഷാകര ദൗത്യം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കാൻ വേണ്ടിയായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്ധകാരം നിറഞ്ഞ, അന്ധകാരമായി തീർന്ന, മനുഷ്യന്റെ പാപം നിമിത്തം അന്ധകാരമായി തീർന്ന ഈ ലോകത്തിന് പ്രകാശം കൊടുക്കുവാൻ പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ലോകത്തിന് പ്രകാശം കൊടുക്കുവാൻ സഹനത്തിന്റെ വഴികൾ ക്രിസ്തു തിരഞ്ഞെടുത്തു, പിതാവ് ഏൽപ്പിച്ചു, ആ ദൗത്യം പൂർത്തീകരിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തു പ്രകാശം നൽകി കടന്നുപോയി. ഇന്നും ക്രിസ്തുവിന്റെ പ്രകാശം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബത്തോടുമൊക്കെ ചേർന്ന് നിന്ന് ചിന്തിക്കുമ്പോൾ സഭ പ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കാളിയായി ലോകത്തിന് പ്രകാശം നൽകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന്.
പ്രത്യേകിച്ച് കുടുംബത്തോട് വീണ്ടും ഒന്നുകൂടി ചേർത്ത് വെച്ച് പഠിപ്പിക്കുമ്പോൾ സഭ ഇപ്രകാരം പഠിപ്പിക്കാറുണ്ട്. നല്ല തലമുറയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ ലോകത്തിന്റെ പ്രകാശമായ മിശിഹ ലോകത്തിന് പ്രകാശം കൊടുത്തതുപോലെ കുടുംബത്തെ മാതാപിതാക്കൾ മക്കൾക്ക് പ്രകാശം കൊടുക്കുന്നവരും മാതാപിതാക്കൾ മക്കളിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് നിങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിലും നിങ്ങൾ കടന്നു ചെല്ലുന്ന ആളുകളിലും ഒക്കെ പ്രകാശം കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന വിളി, ആ വിളിയോട് ചേർന്ന് നിൽക്കാനും ലോകത്തിന് പ്രകാശം കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിക്കുകയാണ്, പ്രത്യാശയുടെ പ്രകാശമായ ക്രിസ്തു ലോകത്തിന് പ്രകാശം കൊടുത്ത് കടന്നുപോയി. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മളും നമ്മുടെ ഭവനത്തിന്, ജീവിത പങ്കാളിക്ക്, മക്കൾക്ക് പ്രകാശമായി തീരേണ്ട ഓരോ വ്യക്തികളുമാണ് നമ്മൾ. പ്രത്യേകിച്ച് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ത്യാഗത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രകാശമായിട്ട് മാറുന്നുണ്ടോ? ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായിൽ നിന്ന് ജീവൻ സ്വീകരിച്ച് നമ്മൾ ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രകാശം കൊടുക്കാതെ കടന്നുപോയ പല മനുഷ്യരുടെയും ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരുന്ന നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാൽവരിയിൽ ഉയർത്തപ്പെട്ട 3 കുരിശുകളെക്കുറിച്ച് നമ്മൾ ദേവാലയത്തിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഒരു കുരിശാണ്. പക്ഷെ അതിനുമപ്പുറം 3 കുരിശുകൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തും ഈശോയുടെ കുരിശിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോഫോസിൻ്റെ ഭാര്യയും അറിയുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചു പോകുന്നത്. അവിടെ ഈശോയുടെ കുരിശിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആ കാൽവരിയിൽ എത്ര കുരിശുകളുണ്ടായിരുന്നു? എത്ര കുരിശുണ്ടായിരുന്നു? 3 കുരിശുകളുണ്ടായിരുന്നു അല്ലേ? നല്ല കള്ളൻ്റെ കുരിശും, നല്ല കള്ളൻ അവൻ്റെ കുരിശ്, പിന്നെ മോശമായ കള്ളൻ എന്ന് പറയാം അല്ലേ? മോശമായ കള്ളൻ്റെ കുരിശ്, ഈശോയുടെ കുരിശ്. ഇപ്പോൾ ഇവിടെ ശരിക്കും ഓർത്തേക്ക് ഈ 2 കള്ളന്മാരുടെ കുരിശ് എന്തുകൊണ്ടാണ് അവരുടെ ആ തോളിൽ ആ കുരിശ് ഏറിയത്? എന്തുകൊണ്ടായിരുന്നു? നിങ്ങൾ മറുപടി പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം? അവർ ലോകത്തിന് ജീവൻ കൊടുക്കാതെ കടന്നുപോയപ്പോൾ, അവർ ലോകത്തിന് അന്ധകാരം കൊടുത്തപ്പോൾ അവരുടെ തോളിലേറിയ ക്രൂശാണ്, അല്ലെങ്കിൽ ആ കുരിശിലാണ് അവർ ഏറപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ കുരിശ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷെ നോർത്ത് നോക്കി, ക്രിസ്തുവിൻ്റെ കുരിശ്, അതെന്തുകൊണ്ട് ആ കുരിശ് കടന്നു വന്നേ? പിതാവായ ദൈവം ഏൽപ്പിച്ച കുരിശ്, അത് അനുഗ്രഹത്തിൻ്റെ പ്രത്യാശയുടെ കുരിശാണ്. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അപ്പോൾ ഈ 3 കുരിശുകളോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുന്നു, 2 കള്ളന്മാരുടെ കുരിശുകൾ അവരുടെ പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് കടന്നു വന്ന കുരിശുകളാണ്. അവർ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ തെറ്റുകളുടെ പരിണിതഫലമായിട്ട് കടന്നു വന്ന കുരിശാണ്. പക്ഷേ ഈശോയുടെ കുരിശ് അത് പ്രത്യാശയുടെ ജീവൻ്റെ കുരിശാണ്, ദൈവം അനുവദിച്ച കുരിശുകൾ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്, ദൈവം നൽകിയിരിക്കുന്ന വിളി പ്രകാശമായി തീരാൻ കർത്താവിൻ്റെ ആ പ്രകാശം സ്വീകരിച്ച് നമ്മളിൽ ലോകത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പ്രകാശമായി തീരേണ്ട ഒരു ജീവിതമാണല്ലോ, മുറിക്കപ്പെടേണ്ട ഒരു ജീവിതമാണല്ലോ. ആ ജീവിതത്തിൽ ഒന്ന് നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രകാശം കൊടുക്കുന്നു, അന്ധകാരം കൊടുക്കുന്ന ഒരു മനുഷ്യനാണോ എന്ന്. ഇന്ന് ഞാൻ കടന്നു പോകുന്ന സഹനത്തിൻ്റെ യാത്രകൾ, ഈ 14 ഈശോ കടന്നുപോയ അപ്പോൾ ആ കുരിശിൻ്റെ 14 വഴികളിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലും നമ്മൾ ചിന്തിക്കാറുണ്ട്, കർത്താവ് കടന്നുപോയ അതേ വഴിയിലൂടെയും ത്യാഗത്തിലൂടെയൊക്കെ നമ്മുടെ ജീവിതവും കടന്നു പോകുന്നു എന്ന്. ഞാനൊരു അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് 9ാം സ്ഥലത്തിലെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന പോലെയാണ്. ഞാൻ ചോദിച്ചാൽ അമ്മച്ചി വലിയ പ്രാർത്ഥനയാണ്. ഇല്ല അച്ഛാ, അതിൻ്റെ മധ്യഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഒരു വേദന തീരും മുമ്പേ മറ്റൊരു വേദന വന്നു കഴിഞ്ഞു. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരു വേദന തീരും മുമ്പേ മറ്റൊരു വേദന കടന്നു വരുന്ന ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ദൈവം എന്തുകൊണ്ട് ഈ സഹനങ്ങൾ എന്ന്. 2 കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യന്റെ പാപത്തിന്റെ പരിണിതപരമായിട്ട് മനുഷ്യനെ തേടി സഹനങ്ങളും രോഗങ്ങളും തകർച്ചകളും കടന്നു വരും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജെറമിയായുടെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. ഈ ജെറമിയായുടെ പുസ്തകത്തിൽ ദൈവം ജെറമിയായെ വിളിക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് ജെറമിയായുടെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്. ശരിക്കും പ്രിയപ്പെട്ടവരെ, ദൈവം ജെറമിയായെ വിളിക്കുന്നത് ദൈവത്തിന്റെ സങ്കടങ്ങളുടെ നടുവിലാണ് ദൈവം ജെറമിയായെ വിളിക്കുന്നത്. കാരണം ഇസ്രായേൽ ജനം ആ പുറപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്, അവരുടെ വിശപ്പിൽ, അവരുടെ ദാഹത്തിൽ, അവരുടെ വേദനയിൽ ദൈവം അവരെ കൂടെ കൊണ്ടു നടക്കുന്നത് കാണുന്നുണ്ട്.
സഹനങ്ങളുടെ വിശപ്പിന്റെ സമയം കാടയായും മഞ്ഞയായി കടന്നു വരുന്ന കാണുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിച്ച് ഇസ്രായേൽ ജനം തുടർന്ന് അങ്ങോട്ട് കാണുക, ദൈവത്തോട് മറുതലിക്കുന്ന ഇസ്രായേൽ ജനത്തെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അങ്ങനെ ജെറമ്യായുടെ പുസ്തകത്തിൽ ദൈവം സങ്കടപ്പെടുന്നത് ഇസ്രായേലിൻ്റെ പാപത്തെ ഓർത്താണ് ദൈവം സങ്കടപ്പെടുന്നത്. എന്നിട്ട് ജെറമ്യായോട് ദൈവം പറയുന്നുണ്ട്, വയലിലൂടെ നടന്നുപോയ ജെറമ്യായെ വിളിച്ച് ഈ ജനത്തിന്റെ പാപവും ഈ ജനത്തിന്റെ കുറവുകളും കണ്ട് ദൈവം വേദനിക്കുമ്പോൾ ഈ ജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം ജെറമ്യായെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ജെറമ്യ, പ്രിയപ്പെട്ടവരെ, ഈ ജനത്തോട് പറയുന്നുണ്ട് ദൈവത്തിന്റെ വാക്കുകൾ, നിങ്ങൾ ഈ പാപത്തിന്റെ വഴികളിൽ, തിന്മയുടെ വഴികളിൽ അന്യദേവന്മാരെ ആരാധിച്ച് ദൈവമില്ലാതെ ജീവിച്ചാൽ, അനുഗ്രഹം നൽകി ദൈവത്തെ മറന്ന് ജീവിച്ചാൽ നിങ്ങൾ തകരും. നിങ്ങളുടെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ മണ്ണ്, നിന്റെ അധികാരികൾ തകരുമെന്ന് പലവട്ടം ജെറമ്യ ദൈവജനത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ ജെറമ്യായുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഇങ്ങനെ വിലപിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ആകാശങ്ങളിൽ ഇരുന്ന് ഭൂമിയെ നോക്കിയപ്പോൾ ആ ഭൂമി രൂപവും ശൂന്യരഹിതവുമായിരുന്നു എന്നൊക്കെ ബൈബിളിൽ നമ്മൾ കാണുന്നേ. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു കാണുന്ന വേറൊരു ഭാഗം എവിടെയാണെന്നറിയോ? പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ ആദ്യ ഗ്രന്ഥത്തിൽ സൃഷ്ടികർമ്മത്തിന് മുമ്പ് അത് കാണുന്നുണ്ട്. ഈ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ ചൈതന്യം ഇറങ്ങി വന്നപ്പോൾ അവിടെ ജീവൻ ഉണ്ടായെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ജെറമ്യായുടെ പുസ്തകത്തിൽ ദൈവം ആകാശങ്ങളിൽ നിന്ന് നോക്കിയപ്പോൾ, ഈ ഭൂമിയെ നോക്കിയപ്പോൾ ഇത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്ന് കാണുന്ന ദൈവം അവിടെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ മനുഷ്യരെ ആരും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. അവിടെ മനുഷ്യർ അവസാനിച്ചു ഇല്ലല്ലോ. എന്തുകൊണ്ട് ദൈവം അവിടെ മനുഷ്യരെ ആരും കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ സൂചിപ്പിക്കുന്നത്? എന്താ? ജീവനുള്ള മനുഷ്യരെ, പ്രകാശം കൊടുക്കുന്ന മനുഷ്യരെ ദൈവം കണ്ടില്ല എന്നല്ലേ അതിനർത്ഥം? ജീവൻ കൊടുക്കുന്ന മനുഷ്യരെ കാണാതിരുന്നപ്പോൾ ദൈവം ജെറമ്യായെ വിളിച്ചു. വീണ്ടും വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണും ജെറമ്യ ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളോട് പറയുന്നുണ്ട്. പക്ഷേ അവരാരും ഇത് കേൾക്കാതെ വീണ്ടും വീണ്ടും പാപത്തിൽ ആവർത്തിച്ച് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങൾ കേൾക്കാത്ത മനുഷ്യരെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തെയും മനുഷ്യരെയും പോലും മാനിക്കാത്ത ചിലരെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ജെറമ്യ, ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവൻ പറഞ്ഞതൊന്നും ഈ ജെറമ്യ, ഈ മക്കൾ, ദൈവജനം കേൾക്കുന്നില്ല. എന്നിട്ട് നമ്മൾ തുടർന്ന് കാണുന്നുണ്ട് ആ ദേശത്ത്, ആ ഇസ്രായേൽ ജനത്തിന് രോഗങ്ങളും തകർച്ചകളും, കുടുംബങ്ങൾ തകരുന്നതും ദേശം തകരുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ജെറമ്യ പോലും നിലവിളിക്കുക, ദൈവമേ, ഈ ദേശത്ത് വൈദ്യന്മാരില്ലേ, ഈ ദേശത്ത് ഔഷധമില്ലേ എന്നൊക്കെ നിലവിളിക്കുന്ന ജെറമ്യായെ കാണുന്നറിയോ? രോഗങ്ങൾ മാറുന്നില്ല, സഹനങ്ങൾ മാറുന്നില്ല. അവസാനം ജോസിയ എന്ന് പറയുന്ന രാജാവിന്റെ അടുക്കൽ പോയി ജെറമ്യ പറയുന്നുണ്ട്, ദൈവം പറയുന്നു ഈ ദേശം നശിക്കുമെന്ന്. അങ്ങനെ ജോസിയ ദൈവത്തിന്റെ വിശ്വാസത്തിലൊന്നുമല്ല, എങ്കിലും ജോസിയായിക്ക് എവിടെയോ ഒരു ഹൃദയത്തിലൊരു തോന്നൽ, അല്ലെങ്കിൽ ജനങ്ങളെ അല്ലെങ്കിൽ ഈ പ്രവാചകനെ പ്രീതിപ്പെടുത്താൻ എന്തോ ഈ ജോസിയ നമ്മൾ കാണുന്നുണ്ട്. വിഗ്രഹാരാധന ദേശത്ത് അവസാനിപ്പിക്കാൻ പറയുക. അങ്ങനെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ജോസിയ രാജാവ് മരിക്കുക. ഈ ജോസിയ രാജാവ് മരിച്ചു കഴിയുമ്പോൾ ജനം ചോദിക്കുന്നുണ്ട്, ഈ വിഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചിട്ടും ജോസിയ രാജാവ് എന്തുകൊണ്ട് മരിച്ചു? ദൈവം അതിനുള്ള ഉത്തരം വിശുദ്ധ വചനത്തിൽ കാണുന്നുണ്ട്. ജെറമ്യായുടെ പുസ്തകം 7-ാം അധ്യായം 9-11 വചനത്തിൽ നമ്മൾ കാണും. ദൈവം ഇങ്ങനെ പറയുകയാണ്, ജോസിയയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു. വിഗ്രഹങ്ങൾ തച്ചുടച്ചു. പക്ഷെ ജെറമ്യായുടെ ഹൃദയത്തിൽ ഈ ജോസിയ രാജാവിന്റെ ഹൃദയത്തിൽ കർത്താവിന്റെ കൽപ്പനകൾ, നിയമങ്ങൾ എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഹൃദയത്തിലും കർത്താവിൻ്റെ നിയമങ്ങൾ എഴുതപ്പെടണം. നമ്മളൊക്കെ പലതും തച്ചുടച്ചെന്ന് പറയുമ്പോഴും, പലതും വേണ്ടെന്ന് വെച്ചു എന്ന് പറയുമ്പോഴും ഒക്കെ നമ്മുടെയൊക്കെ ഒരു ഹൃദയത്തിൽ ഒരു പരിപൂർണമായ സമർപ്പണം, കർത്താവിനെ പ്രതിയുള്ള ഒരു പരിപൂർണമായ ഒരു സമർപ്പണം നമ്മുടെയൊക്കെ ജീവിതത്തിലില്ല. ലോകത്തിന്റെ പ്രകാശമായി മിശിഹായെ കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പരിപൂർണമായ ഹൃദയ വിശുദ്ധിയോടെയുള്ള ഒരു അർപ്പണ ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ നമ്മുടേതായ ഒരു വിശ്വാസ ക്രമീകരണത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരാ ചിലപ്പോൾ നമ്മളൊക്കെ. എന്നിട്ട് നമ്മളൊക്കെ പറയും നമ്മളൊക്കെ നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്.
എനിക്ക് തോന്നുന്നത് പല രീതിയിലുള്ളവരുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ചിലരെ സംബന്ധിച്ചോളുണ്ടല്ലോ, ദൈവത്തെയും മനുഷ്യരെയും പ്രീതിപ്പെടുത്തി ജീവിക്കുന്നവരുണ്ട്. അതുപോലെ ദൈവത്തിനും പകുതി കൊടുത്ത് പിശാചിനും പകുതി കൊടുത്ത് ജീവിക്കുന്ന ജീവിതം കണ്ടിട്ടുണ്ട്. ഒരു ചേട്ടൻ പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്നൊരു മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ പള്ളിക്ക് വേണ്ടി ചെയ്യും. അച്ഛൻ ഞാൻ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിന്, മിനിസ്റ്റർ സഭയുടെ ഗാരിസ് പോപ്പുലർ മിഷൻ ധ്യാനം, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് പോയപ്പോൾ ഒരു ഭവന സന്ദർശനവുമായിട്ട് അച്ഛൻ പോയതാണ്. അപ്പോൾ നാട്ടിലെ ഒത്തിരി പള്ളിയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആ മനുഷ്യൻ പറയുന്നത്. അപ്പോൾ ആ മനുഷ്യൻ പറയും, അച്ഛൻ കണ്ടല്ലോ ആ പള്ളിയുടെ മുന്നിലെ കുരിശ്, അത് ഞാൻ കൊടുത്തതാണ്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ എന്നും പറഞ്ഞു ഒരു പരിധി വിട്ടൊന്നും ഞാൻ പള്ളിയോട് അടുത്ത് നിൽക്കുകയില്ല. പിന്നെ അച്ഛൻ ഞാൻ ബിസിനസ് ചെയ്യുന്നൊരു മനുഷ്യനാണ്, അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഞാനൊന്ന് മദ്യപിക്കും. പക്ഷേ അച്ഛൻ ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. അച്ഛൻ ജീവിത പങ്കാളിയോട് ചോദിച്ച്, എടി ഞാൻ മദ്യപിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ചേട്ടാ, ഒരു പ്രശ്നമില്ല, മദ്യപിച്ചില്ലേല പ്രശ്നം. ചെല്ല അങ്ങനെയാണല്ലോ. ആ മനുഷ്യൻ പറഞ്ഞ, അച്ഛൻ ഞാൻ നല്ലൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ തന്നെ പ്രഖ്യാപിക്കുക. ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാ. നമ്മളൊക്കെ നല്ല വിശ്വാസികളാണെന്ന് നമ്മൾ തന്നെ എഴുതി നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുക. കർത്താവിൻ്റെ നിയമങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത്, നമ്മുടെയൊക്കെ കുടുംബത്തിനും ദേശത്തിനും നമ്മൾ പ്രകാശമായി മാറാൻ പറ്റാതെ പോകുന്നത്. വേറെ ചില മനുഷ്യരുണ്ട്, ഒരു പരിപൂർണ്ണ സമർപ്പണം നടത്താത്ത മനുഷ്യരുണ്ട്. ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്, പക്ഷേ ജീവിതവും പ്രാർത്ഥനയും തമ്മിൽ, വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാതെ പോകുന്ന മനുഷ്യരുണ്ട്. രാവിലെ 5 മണിക്ക് പ്രാർത്ഥിക്കും, 6 മണിക്ക് പ്രാർത്ഥിക്കും, പക്ഷേ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനൊരു ഇടവകയിൽ പോയപ്പോൾ ഒരു അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനയാണ്. ധ്യാന സമയങ്ങളിലൊക്കെ കരങ്ങൾ ഉയർത്തുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, ഭയങ്കര പ്രാർത്ഥനയാണ് അമ്മച്ചി. ഈ അമ്മച്ചി 3-ാം ദിവസം ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ അമ്മച്ചി ഓടി എൻ്റെ അടുക്കൽ വന്നു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ അമ്മച്ചി ഞാൻ ദേവാലയത്തിൽ വെച്ച് ശ്രദ്ധിച്ചതാണ്. അത്ര പ്രാർത്ഥനയാണ് അമ്മച്ചി. എന്ത് പ്രാർത്ഥനയാണെന്നറിയോ? നമുക്ക് ചില അമ്മച്ചിമാരെ കാണുമ്പോൾ എന്നാ പ്രാർത്ഥനയല്ലേ. ശരിക്കും അവർ ആ കുടുംബത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി നല്ല അമ്മച്ചിമാരുണ്ട്. അപ്പോൾ അങ്ങനെ ഈ അമ്മച്ചി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ അമ്മച്ചി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ശിരസിൽ കൈവെക്കാൻ തുടങ്ങി. അമ്മച്ചി പറഞ്ഞു, അച്ഛാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, അച്ഛാ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മദ്യപാനിയാണ്, ഒത്തിരി അസ്വസ്ഥതകൾ വരുന്ന വ്യക്തിയാണ്. അച്ഛാ ഒരു സമാധാനം ഈ മനുഷ്യൻ തന്നിട്ടില്ല, ഈ മനുഷ്യൻ നന്നാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ശിരസിൽ കൈവെക്കാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛാ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അച്ഛാ എനിക്കൊരു മകനുണ്ട്, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. അച്ഛാ അവൾ വന്നതോടുകൂടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു. അവളൊന്ന് നന്നാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാമെന്ന് ശിരസിലേക്ക് കൈവെക്കാൻ തുടങ്ങി പറഞ്ഞു, അച്ഛാ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇനി എന്നാ പറയാം, 2 മക്കളുണ്ട് അച്ഛാ, കൊച്ചുമക്കളെ ഒരു സമാധാനം തിരിയല്ല. ഇല്ലാത്ത കാര്യമെല്ലാം മക്കളുടെ അടുത്ത് ഈ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് സമാധാനം നഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണ്. അച്ഛാ അവരെൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. എങ്ങനെയുണ്ട്? ആ ദേവാലയത്തിൻ്റെ മുന്നിലിരുന്നത് ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കണ്ടാൽ എന്താ പ്രാർത്ഥന, എന്താ വിശ്വാസം? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയാ, ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. ചിലപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, കൃപയില്ലാതെ പ്രകാശമില്ലാതെ നമ്മുടെ ഭവനത്തിൽ പോകുമ്പോൾ ചില കുടുംബങ്ങളിലുണ്ടല്ലോ, ഒരു വഴക്കുണ്ടായെങ്കിലേ ആ കുടുംബത്തിൽ ചില പ്രാർത്ഥന നടക്കുകയുള്ളൂ. ചിലപ്പോൾ തോന്നിയിട്ടില്ലേ? അല്ലെങ്കിൽ ദേവാലയം ഒരു ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കണമെങ്കിൽ, ഞായറാഴ്ച ഒരു വിശുദ്ധ ബലിക്ക് പോകണമെങ്കിൽ ആ കുടുംബത്തിലൊരു വഴക്കുണ്ടാകണം. കുടുംബത്തിന് ജീവൻ കൊടുത്ത് കടന്നു പോകേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് പറയുമ്പോൾ കൃപയില്ലാത്ത ഭവനങ്ങളായിട്ട് മാറുന്നുണ്ടോ? വേറെ ചില മനുഷ്യരുണ്ട്, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്, അവർ പറയുന്ന കുദാശ വേണ്ട, പള്ളി ദേവാലയം വേണ്ട, പരിശുദ്ധ കുർബാന വേണ്ട, ഒന്നും വേണ്ട, അവരെ സംബന്ധിച്ച് നന്മ പ്രവൃത്തി ചെയ്താൽ മതി എന്ന് അവർ പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള പാപം എന്ന് പറയുന്നില്ല, അവർ നേരിട്ട് കർത്താവിനോട് പറയുന്നവരാ. ഇവിടെയുള്ളവരെ കുറിച്ചൊന്നും അല്ല അച്ഛാ, വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ അച്ഛൻ പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇവരെല്ലാം പറയുന്നതെന്നറിയോ, ഇവരെല്ലാം സത്യവിശ്വാസത്തിലാണ് ജീവിക്കുന്നത്, ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് അനുകരിക്കുന്നവരാ. പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൽ പ്രകാശം നഷ്ടപ്പെട്ടത് അവരറിഞ്ഞില്ല. ഇസ്രായേൽ ജനത്തിന് അവരുടെ ജീവിതത്തിൽ പ്രകാശം നഷ്ടപ്പെട്ടത് അവരറിഞ്ഞില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലും പ്രകാശം ഇറങ്ങിപ്പോകുന്ന, ക്രിസ്തു ഇറങ്ങിപ്പോകുന്നത് ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല. ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാ, പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടോ?
ലോകത്തിൻ്റെ പ്രകാശം മിശിഹ, പ്രത്യാശയുടെ പ്രകാശമായ ആ മിശിഹ നമ്മുടെ ഭവനത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ദൈവസന്നിധിയിൽ ചിന്തിക്കേണ്ടതാണ്. അച്ഛൻ പറഞ്ഞു വന്നത്, സഹനത്തിലൂടെ ലോകത്തിൽ പ്രകാശം കൊണ്ടുവന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ആ പ്രകാശം നഷ്ടപ്പെടുന്ന, ദൈവം നഷ്ടപ്പെടുന്ന ദേശങ്ങളും കുടുംബങ്ങളും തകർച്ച വരും. ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക. അത് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വയ്ക്കുന്നതാണ്. പഴയ നിയമം പ്രത്യേകം നമ്മൾ കാണുന്നുണ്ട്. ആ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഈ സഹനങ്ങളെയും തകർച്ചകളെയെല്ലാം ഇല്ലാതാക്കി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ലോകത്തിന് പ്രകാശം കൊടുത്ത ക്രിസ്തു, ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മളും ആ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന നമ്മളും പ്രകാശം ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് നമ്മൾ കാണുന്നില്ലേ? സക്കൈവൂസിൻ്റെയൊക്കെ ജീവിതം കാണുന്നില്ലേ? സക്കൈവൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി സമ്പത്തുള്ള എങ്ങനെയായിക്കോട്ടെ, സമ്പത്തുള്ളവനായിരുന്നു ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരുന്നോ? ഇല്ല. സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിയത്. സമാധാനം കൊടുക്കുന്നവനെ അന്വേഷിച്ചിറങ്ങിയ സക്കൈവൂസിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഈ സിക്കമോർ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന സക്കൈവൂസിൻ്റെ അടുക്കൽ വന്നിട്ട് ഈശോ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ എവിടെ താമസിക്കണം? ഭവനത്തിലാണോ വീട്ടിലാണോ? വീട്ടിൽ താമസിക്കണം. എന്താ ഈ വീട് ഭവനവും തമ്മിലുള്ള വ്യത്യാസം? വീട്ടിൽ ജീവൻ വേണമെന്നുണ്ടോ? ഇല്ല. മേൽക്കൂരി 4 കാലുകൊണ്ട് വീടായി. പക്ഷേ ഭവനത്തിൽ ജീവൻ വേണം. സക്കൈവൂസിൻ്റെ വീട്ടിൽ അത് വീടായിരുന്നു, ആ ഭവനം സമാധാനമില്ലായിരുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ്, ഈ സക്കൈവൂസിനെ ഈശോയെയും കൂട്ടി സക്കൈവൂസ് പോയി ഈശോ ഭവനത്തിൽ വന്നപ്പോൾ അവൻ പിടിച്ചു വെച്ചത് മുഴുവൻ തിരിച്ചു കൊടുക്കുന്നൊക്കെ നമ്മൾ കാണും. 4 ഇരട്ടി തിരിച്ചു കൊടുത്തു. അവസാനം ഈശോ പറയുക, ഈ ഭവനത്തിന് രക്ഷ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു പരിപൂർണ സമർപ്പണം നടത്താതെ, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാതെ, സഭയോട് ചേർന്ന് നിൽക്കാതെ, ഈ നമ്മുടേതായ ജീവിത ശൈലിയിലൂടെ നമ്മൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കൃപ നഷ്ടപ്പെട്ട മനുഷ്യരായിട്ട് നമ്മൾ മാറുക, ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ട മനുഷ്യരായിട്ട് മാറുകയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ സഭയും സത്യവിശ്വാസവും കൂതാശകളും ഒക്കെ വേണ്ടെന്ന് വിധിയെടുക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള സംസാര രീതികളുണ്ടല്ലോ. ശരിക്കും ഇതിൻ്റെയൊക്കെ തകർച്ചകൾ സംഭവിക്കുന്നത് നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തിലാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭ പഠിപ്പിക്കുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിൻ ഒരു കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരുടെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് നല്ല തലമുറയ്ക്ക് മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് നല്ല തലമുറയ്ക്ക് ജന്മം കൊടുക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് രൂപം കൊടുക്കുന്ന മാതൃകാപരമായ ജീവിതത്തിലൂടെ രൂപം കൊടുക്കുമ്പോൾ സഭയെയും വിശ്വാസ രീതികളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനും സാധിക്കാതെ പോകുന്നുണ്ടോ? ശരിക്കും നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നോർത്ത് നോക്കി, പഴയ നമ്മുടെ കുടുംബങ്ങൾ നോർത്ത് നോക്കി, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നമ്മുടെയൊക്കെ പഴയ കുടുംബങ്ങൾ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇന്നാണോ പഴയ കാലങ്ങളിലാണോ പ്രതിസന്ധികൾ കൂടുതലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞേ? അച്ഛൻ പറയും പഴയ കാലഘട്ടങ്ങളിലാണ് പ്രതിസന്ധികൾ കൂടുതലുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കുടുംബ പശ്ചാത്തലങ്ങൾ എടുത്ത് പല കുടുംബങ്ങളിലും പല പ്രതിസന്ധികളുണ്ട്. മദ്യപിക്കുന്ന അപ്പൻ, ബഹളം പ്രശ്നങ്ങൾ, നാൽക്കരകളിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ഒരു ചെറിയ കാര്യം ഉണ്ടായാലും നമ്മുടെ മൊബൈൽ ഫോണിൽ വരും, അല്ലെങ്കിൽ നമുക്ക് കൃത്യം ന്യൂസ് കിട്ടും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇപ്പോൾ പ്രശ്നം. പക്ഷേ പണ്ട് ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ആ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിൽ നമ്മൾ തളർന്നില്ല. എന്തുകൊണ്ടാണ് തളരാതെ നിന്നേ? മാതാപിതാക്കളൊക്കെ അവർക്കറിയാം എന്തുകൊണ്ടാണ് തളരാതെ നിന്നേ. ഈ പാറമ്പുഴ ഇടവകയിൽ ആ തിരുക്കുടുംബ രൂപത്തിൻ്റെ മുന്നിൽ രാവിലെ വന്ന് ഈ തലേദിവസം മുഴുവൻ വേദന നൽകിയ ജീവിത പങ്കാളിക്ക് വേണ്ടി ദൈവമേ, ഈ പരിശുദ്ധ അമ്മമാത വിശുദ്ധ യേശുപിതാവേ, ഉണ്ണീശോയെ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം ഈ മദ്യപാനത്തിൽ നിന്ന് എന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് അമ്മയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് തിരിച്ച് ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ തലേദിവസം മുഴുവൻ വേദന നൽകിയ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാനുള്ള കൃപ കിട്ടി. എവിടുന്ന് കിട്ടി? അന്ന് ആ വേദനയോടെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കപ്പെട്ട ആ ബലിയിൽ നിന്നും കിട്ടി. ഇത് തന്നെയാണ് നമ്മൾ ആ ജെറമിയായുടെ പുസ്തകത്തിലും ദൈവം ആഗ്രഹിക്കുന്നത്. ആ പുറപ്പാടിൻ്റെ ആ യാത്രയിൽ ദൈവം അവരെ സംരക്ഷിച്ചതിൻ്റെ അതും അനുസ്മരിച്ചുകൊണ്ട് ആ ഹൃദയത്തിൽ അനുഗ്രഹത്തെ തിരിച്ചറിയേണ്ട ജനം വേർപെട്ടുപോയപ്പോൾ, വഴിവിട്ടുപോയപ്പോൾ, തെറ്റിപ്പോയപ്പോൾ സങ്കടപ്പെടുന്ന ദൈവം പറയുന്നത്, ദൈവത്തോട് ചേർന്ന് വചനം ഓർപ്പിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങൾ അനുഗ്രഹമായിട്ട് മാറും. ഇത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ പലയിടങ്ങളിലുമൊക്കെ ഡിവോഴ്സുകളൊക്കെ വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു ദൈവാശ്രയ ബോധം മനുഷ്യൻ നഷ്ടപ്പെട്ടപ്പോൾ സംഭവിക്കുന്ന
ഇന്നത്തെ യുവ കുടുംബങ്ങൾ, നമ്മളിന്ന് പ്രത്യേകിച്ചറിയാം, ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ ഒരു നിസ്സാരനോർത്തേക്ക് ഒരു വിവാഹം നടക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആദ്യമേ ഇന്നത്തെ മാനദണ്ഡം എന്താ? ഒരു വിവാഹം നടക്കാൻ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു വിവാഹം, ഒരു മകൻ്റെ വിവാഹം നടക്കാനായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ചെറുക്കൻ എന്തായിരിക്കും? PR ഉള്ളതാണ് അല്ലേ? നമ്മുടെയൊക്കെ മാനദണ്ഡം അതാണ്. നിസാര വിവാഹം കഴിഞ്ഞ ഒരു ഭർത്താവ് ഭാര്യ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഇന്ന് പലരും പറഞ്ഞു കേട്ട ഒരു കുഞ്ഞിന് വേണ്ടി നല്ലൊരു ജോലി ശരിയായിട്ട് മതി കുഞ്ഞ്, അതിനുശേഷം കുഞ്ഞിനെ കുറിച്ച് അച്ഛാ ചിന്തിക്കുന്നുള്ളൂ. പണ്ട് നമ്മുടെയൊക്കെ കാരണന്മാർ ഓർത്ത് നോക്കി, ഒരു കുടുംബത്തിൽ 10ഉം 11ഉം മക്കളുണ്ട്. ഈ മക്കളെ ആര് കൊണ്ട് നടന്നു? മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ ആര് കൊണ്ട്? ദൈവം കൊണ്ട് നടന്നു. ഇന്ന് ഒരു കുഞ്ഞിന് വേണ്ടി FT ഇട്ടാലേ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയാലേ ഒരു കുഞ്ഞിനെ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ദൈവാശ്രയ ബോധം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇന്ന് പ്രകാശം കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാതൃകാപരമായ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളും കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തുവിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് പ്രിയപ്പെട്ടവർക്ക് പ്രകാശം കൊടുക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാം. ഈശോ രക്തത്തിലൂടെ ഈ ലോകത്തെ പ്രകാശം കൊണ്ടുവന്നുവെങ്കിൽ ഈ സഹന വഴിയിലേക്ക് ദൈവം എന്നെയും നിങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ദൈവസന്നിധിയെ നമുക്ക് ചിന്തിക്കാം. അച്ഛൻ പറഞ്ഞു വെച്ചത് ഇതാണ്: മനുഷ്യൻ ദൈവത്തെ മറന്നു ജീവിച്ചാൽ അവനെ സഹനങ്ങളും തകർച്ചകളും അവനെ തേടി വരും. ഇത് ദൈവം ഉത്തരവാദിയല്ല, നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ വിളിച്ചു വരുത്തുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്. ലോകവിശുദ്ധീകരണം, അതാണ് ഈശോയുടെ ജീവിതം. ഈശോയോട് ചേർന്ന് നിന്ന് സഹരക്ഷകയായിരുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കുന്ന കുരിശുകൾ അത് രക്ഷയുടെ കുരിശാണ്. ഞാൻ മാതാപിതാക്കളോടൊക്കെ പറയാറുണ്ട്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുരിശ് വഹിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരിയേറെ ത്യാഗത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുരിശ് വഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ഇവിടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നല്ല. ഈശോ ലോകത്തോട് പറഞ്ഞത്, സഹനത്തിലൂടെ രക്ഷകർത്താവ് ഈ ഭൂമിയിൽ കൊണ്ടുവന്നുവെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുരിശിന്റെ വഴികൾ നിങ്ങൾ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോബിന്റെ പുസ്തകം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോബിനെ കുറിച്ച് വിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നത്, ജോബ് നീതിമാനായിരുന്നു, ദൈവഹിതമനുസരിച്ച് ജീവിച്ചവനായിരുന്നു എന്നൊക്കെ നമ്മുടെ ബൈബിളിൽ കാണുന്നേ. സത്യത്തിലും നന്മയിലും ഒക്കെ ജീവിച്ചിട്ടും പ്രിയപ്പെട്ട ഓർത്തു വയ്ക്കേ, ജോബിന്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വന്നു. അച്ഛൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സഹനം വരുമോ ഇല്ലയോ? ഒന്ന് കാര്യം എഴുതി, രോഗം വരുമോ, സഹനം വരുമോ? പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സഹനം വരും. നിങ്ങൾക്കറിയാം, കരം താത്തിക്കുമോ? ഇതാണ് ജോബിന്റെ ജീവിതം പറഞ്ഞു വെക്കുന്നത്. ജോബ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ജോബിന്റെ ജീവിതത്തിൽ സഹനം കടന്നു വന്നേ? ഇല്ല. ജോബ് ഒരു തെറ്റും ചെയ്തു. ജോബ് നീതിമാനായിരുന്നു, ദൈവത്തോട് എന്തും ചോദിച്ച് ജീവിച്ച ജോബിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, സ്വന്തം ജീവിത പങ്കാളി മാറ്റി നിർത്തി, സ്വന്തം കൂട്ടുകാർ മാറ്റി നിർത്തി, മക്കൾ നഷ്ടപ്പെട്ടു, വസ്തുവകൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജോബിനെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. എന്നിട്ട് വിശുദ്ധ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസ സത്യമൊക്കെ ഏറ്റുപറയുന്ന ഒരു ജോബിനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ പറയും, ജോബിനെ കുറിച്ചൊക്കെ പറയാൻ നമുക്ക് പക്ഷേ ജീവിക്കാൻ പാടാം. പ്രിയപ്പെട്ടവരെ, നാം പുറകോട്ട് നോക്കുമ്പോൾ രക്തസാക്ഷികളും വിശുദ്ധരുമായ മനുഷ്യര്, വിശുദ്ധരായിട്ടുള്ള പ്രിയപ്പെട്ടവര് നമ്മളോട് സഭയോടും ഒക്കെ പറഞ്ഞു വെക്കുന്നത് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴികളിൽ ലോകത്തിന് രക്ഷ തന്നുവെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇതൊക്കെ ഇന്ന് വിട്ടിത്തരവും മണ്ടത്തരവുമാണെന്ന് പറയുന്നൊരു ലോകം ഇന്നത്തെ കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശ്, കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിന്റെ കുരിശ് ലോകത്തോട് പറയുന്ന ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറയുണ്ടായി, ജോബ് എന്തുകൊണ്ട് സഹിച്ചു എന്നുള്ള ഉത്തരം ഈ ബൈബിളിൽ കിട്ടുന്നില്ല. പക്ഷേ മാർപ്പാപ്പ പറഞ്ഞു, ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, കുരിശിലേക്ക് നോക്ക്, കുരിശിലുണ്ട് അതിൻ്റെ ഉത്തരം, കുരിശിലേക്ക് നോക്കാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊക്കെ ഇടയ്ക്ക്, ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൻ്റെ കുടുംബവും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും ഒരു തെറ്റും എന്നിട്ടും ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ കുരിശ് നടക്കി ചോദിക്കാറില്ലേ? ഇത്ര വട്ടം ചോദിച്ച ജോബിൻ്റെ ജീവിതം, വിശുദ്ധ കുരിശ്, പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്നോർത്തേ, പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്നോർത്തേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ അമ്മ സഹനത്തിലൂടെ മാത്രമേ കടന്നുപോയേ.
അതാണല്ലോ ഇപ്പം നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മൾ കണ്ടതാണല്ലോ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒന്നോർത്ത് നോക്കി, ആ കുരിശിന് ആയിരിക്കുന്ന ഈശോ, കുരിശിന് ചുവട്ട് നിൽക്കുന്ന യോഹന്നാൻ, പരിശുദ്ധ അമ്മ, ഒന്നോർത്ത് നോക്കി. യോഹന്നാൻ എന്നോർത്തി അത് തിരുസഭയാണ്. യോഹന്നാൻ സുവിശേഷം മരിച്ച കുരിശിന് ചുവട്ട് നിൽക്കുന്ന യോഹന്നാൻ തിരുസഭയാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഈ യോഹന്നാൻ നമ്മൾ സബദിപുത്രന്മാർ യാക്കോബ് യോഹന്നാനും അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നതൊക്കെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഈ യോഹന്നാൻ ഒരു സ്ഥാനം ആഗ്രഹിച്ചിരുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പ്രിയപ്പെട്ടത് ഓർത്ത് നോക്കി, ഈ കുരിശിന് ചുവട്ട് നിൽക്കുന്ന യോഹന്നാൻ ഈശോയുടെ കൂടെ കൂടിയത് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ട. ഈ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരു സ്ഥാനത്തിന് വേണ്ടി ചിലപ്പോൾ ഈ യോഹന്നാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കുരിശിന് ചുവട്ട് നിൽക്കുന്ന യോഹന്നാൻ ഈശോയുടെ കൂടെ കൂടിയേ ഉണ്ടായിരുന്ന ആ പ്രത്യാശയോ പ്രതീക്ഷയോ ഒന്നും യോഹന്നാനില്ല. കാരണം എന്നാ, തൻ്റെ ഗുരു ഇതാ മരിക്കാൻ പോവുക, എല്ലാം നഷ്ടപ്പെടാനായിട്ട് പോവുക, ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല ജീവിതത്തിൽ. ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ ഈശോയെ നോർത്ത്, ഈശോ എന്താ ഇതാ മരണത്തോട് മല്ലടിക്കുന്ന ഈശോയെ നമ്മൾ ആ കുരിശി കാണുന്നത്. ആ കുരിശിന്റെ ആ വേദനയുടെ സമയത്തും ആ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി പിടയുമ്പോഴും നമ്മൾ കാണുക ഈശോ യോഹന്നാനെ നോക്കി എന്ന ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നേ. തൻ്റെ ജീവൻ അവസാന ശ്വാസം ആ പിടയുമ്പോഴും യോഹന്നാനെ നോക്കി എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട എന്താ അർത്ഥം? തിരുസഭയെ ഈശോ നോക്കി. ഇങ്ങനെ തകർന്നു നിൽക്കുന്ന, പ്രതീക്ഷ അറ്റു നിൽക്കുന്ന യോഹന്നാനെ ഈശോ നോക്കി. എന്നിട്ട് യോഹന്നാനോട് പറയുക, ഇതാ നിന്റെ അമ്മ. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഈ അമ്മയിലേക്ക് നോക്കിക്കേ, എൻ്റെ കൂടെ ചേർന്ന് കിടന്ന് എൻ്റെ അമ്മയിലേക്ക് നോക്കിക്കേ. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ സഹരക്ഷകയായി തീർന്ന പരിശുദ്ധ അമ്മയിലേക്ക് നോക്കിക്കേ. നമ്മുടെയൊക്കെ സഹനയാത്രയിൽ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മൾ നോക്കണം. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ. സഭയെ അമ്മയുടെ കരങ്ങളിൽ ഈശോ ഏൽപ്പിക്കുകയാണ്. സഭയ്ക്ക് എപ്പോഴും നോക്കാൻ പരിശുദ്ധ അമ്മ ഈശോ തന്നിട്ടുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചോളാം. അന്നോർത്ത് നോക്കി, ദൈവകുമാരന് ജന്മം കൊടുക്കുമെന്ന് ആ ജന്മം കൊടുത്ത അമ്മ എന്തുമാത്രം ഒരു സാധാരണ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്തുമാത്രം ആ ജീവിതത്തിൽ എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ മുന്നോട്ട് നോക്കിക്കേ, ഒരു സ്ത്രീ കടന്നു പോകാവുന്ന, ഒരു അമ്മ കടന്നു പോകാവുന്നതിൽ അപ്പുറം എന്തുമാത്രം വേദനകളിലൂടെ കടന്നുപോയി. സ്വന്തം നാടും വീടും വിട്ടൊരു അന്യദേശത്തേക്കുള്ള യാത്ര. 12-ാം വയസ്സിൽ മകനെ കാണാതെ പോകുന്നു. സ്വന്തം മക്കൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അനുഭവിച്ച അമ്മ. മർക്കോസ് 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ജനം പറഞ്ഞു മകന് സുബോധം നഷ്ടപ്പെട്ടു, മകനെ ഭ്രാന്തനെന്ന് വിളിക്കുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന. ഈ വേദനകളിലൂടെ എല്ലാം കടന്നു പോകുന്ന ഒരു അമ്മയെ ബൈബിളിൽ നമ്മൾ കാണുക. എന്നിട്ട് മർക്കോസ് സുവിശേഷം 3-ാമത്തെ അവസാനമൊക്കെ പറയുന്നുണ്ട്, അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്നാ? ഈ സഹനത്തിന്റെ നടുവിലും അമ്മയെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഈ സഹന ജീവിത യാത്രയിൽ പരിശുദ്ധ അമ്മ നമുക്കൊരു മാതൃകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. അത് ജോബിൻ്റെ പുസ്തകമൊക്കെ പറഞ്ഞു, ദൈവത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എല്ലാം തകർന്നടിഞ്ഞപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച ആ ജോബിനെ പോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ഈ ജീവിതത്തിൽ ഈ നമ്മൾ അവസാന ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ അവസാന അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഈ വലിയ സഹനത്തിലൂടെ, തകർച്ചയിലൂടെ കടന്നുപോയിട്ട് അവസാനം ജോബിൻ്റെ പുസ്തകത്തെ നമ്മൾ കാണുന്നത് ആ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കിട്ടുന്നൊരു ജോബിനെ ബൈബിളിൽ കണ്ടുവയ്ക്കുകയാണ്. അവനെ ഇട്ടിട്ട് പോയ പ്രിയപ്പെട്ടവർ മുഴുവൻ അവനെ തേടി വന്നു. നഷ്ടപ്പെട്ട സമ്പത്ത് മുഴുവൻ തേടി വന്നു. ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന അവനിൽ നിന്ന് ഇറങ്ങിപ്പോയ കൂട്ടുകാരൻ അവന് ഭക്ഷണവുമായി വന്നു, സ്വർണവുമായി വന്നു. അവൻ്റെ മക്കൾ ആ ദേശത്തെ ഏറ്റവും വലിയ സുന്ദരന്മാരുമായിരുന്നു. 4 തലമുറ ജോബ് കണ്ടു. നോർത്തുകയെ സഹനത്തിന്റെ വഴിയിലൂടെ കടന്നുപോയപ്പോൾ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചത്, നഷ്ടപ്പെട്ട സമ്പത്ത് മുഴുവൻ ദൈവം തിരിച്ചു കൊടുത്തു. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ ദൈവം തിരിച്ചു കൊടുത്തു. മക്കൾ അനുഗ്രഹമായിട്ട് മാറി. 4 തലമുറ വരെ കാണാൻ ദൈവം അനുഗ്രഹിച്ചു.
പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ കടന്നുപോയ സഹന നടുവിൽ അവർ സന്തോഷത്തോടെ ആ സഹനത്തെ ദൈവം തന്നതായി സ്വീകരിച്ചപ്പോൾ അനുഗ്രഹമായി മാറുന്നത് നമ്മൾ വിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുകയാണ്. ഇപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ സഹനങ്ങളും ത്യാഗങ്ങളും തകരാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിക്കുന്ന മനുഷ്യനായിട്ട് നമുക്ക് മാറണം. ജീവിതത്തിൽ ദൈവമേ എന്തുകൊണ്ട് ഈ സഹനങ്ങളെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട, ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒത്തിരിയേറെ നിമിഷങ്ങൾ നമുക്കുണ്ടാവും. ഇങ്ങനെ കുരിശിലേക്ക്, യോഹന്നാൻ കുരിശിലേക്ക് നോക്കി നിന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യാശയില്ലാതെ കുരിശിലേക്ക് നോക്കി നിൽക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈശോ ആ കുരിശിൽ അവസാന സമയം തനിച്ചല്ലേ? ഓശാന പാടിയവരുണ്ടായിരുന്നു? ഇല്ല, ആരുമില്ലായിരുന്നു. ആ കുരിശിൽ തനിച്ച് നിൽക്കുന്ന ആ ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുരിശിൽ കർത്താവ് തനിച്ചായിരുന്നോ? ആണോ? പിതാവായ ദൈവം ആ ക്രൂശിൽ ആ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പിതാവായ ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? വിശുദ്ധ ബൈബിൾ നമ്മൾ പ്രത്യേകിച്ച് എല്ലാം കാണുന്നുണ്ടോ? ഒന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, ഒരു വാക്ക് പോലും ഒരിടത്തു നിന്നും കിട്ടാത്ത ചില സമയങ്ങളുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു, രാപകലില്ലാതെ അല്ലേ? നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിലൊക്കെ എന്തുമാത്രം ത്യാഗത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ ഈ ദേശത്തൊക്കെ ഒത്തിരി പേര് സഹനത്തിലൂടെ ജീവിത പങ്കാളിയെന്ന് ഒരിറ്റ് സ്നേഹമില്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജെറമിയ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ നിങ്ങൾ കുറവിലും പോരായ്മയിലും ജീവിക്കുന്നതെന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു കേട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവെ, ഭാര്യയെ, നിന്നെ നോക്കി നിന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സ്നേഹമില്ല, രോഗം വന്നിട്ട് മാറിയോ എന്ന് ചോദിച്ചിട്ടില്ല, നീ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല, മക്കള് പറഞ്ഞിട്ടുണ്ട്. നീ കേൾക്കാതെ പോയ സമയങ്ങളില്ലേ? നിന്റെ പ്രിയപ്പെട്ട ദൈവസ്വരമാണിത്. നിന്റെ പ്രിയപ്പെട്ടവരിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദിച്ചില്ലേ, രോഗം വന്നിട്ട് മാറിയെന്ന് പോലും നിങ്ങളുടെ മനുഷ്യ ഒന്ന് ചോദിച്ചില്ലെന്ന് ആ ഹൃദയത്തിന്റെ വേദന നിന്നോട് പറഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന അപ്പനമ്മ, ആ അപ്പനോട് അമ്മയോട് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ അപ്പ അമ്മ രോഗം മാറിയെന്ന് മക്കളെ നിങ്ങൾ ചോദിക്കാറുണ്ടോ? അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ സഹനത്തിന്റെ വഴികൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. എങ്കിലേ കർത്താവ് ആ സഹനത്തിലൂടെ നേടിത്തന്ന പ്രകാശം നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥനാ ഗാനം പാടാറുണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്നും അല്ലേ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം തനിയെ ആയപ്പോൾ കർത്താവിൻ്റെ സ്നേഹം, ഹൃദയത്തിൻ്റെ സ്നേഹം കർത്താവ് തരികയായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ ജീവൻ എനിക്ക് തരികയായിരുന്നു. നമ്മുടെയൊക്കെ സഹന സമയങ്ങളിലുണ്ടല്ലോ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്ന. ശരിക്കും നമ്മളിന്ന് ഈ ദേവാലയത്തിന് മുൻവശത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നിൽ ഒരു സഹനത്തിൻ്റെ വേദനയുടെ കഥയുണ്ട്. ക്രിസ്തു പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ആ സഹനത്തിനും വേദനയ്ക്കും അപ്പുറം ഒരു പ്രകാശം ലോകത്തിൽ കടന്നു വന്നതുപോലെ. അതുകൊണ്ട് അച്ഛൻ മുമ്പേ പറഞ്ഞു വെച്ചത്, നല്ല തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ വിളിക്കപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ കുരിശിൻ്റെ ത്യാഗത്തിൻ്റെ വഴികൾ നിങ്ങൾ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ കണ്ണ് നിറഞ്ഞ് വളർത്തണം. എന്ന് പറഞ്ഞാൽ കണ്ണുനീരവരെന്തെന്നറിയണം. കണ്ണുനീരറിഞ്ഞെങ്കിലേ നിങ്ങൾ നാളെ കണ്ണുനീരൊഴുക്കുമ്പോൾ ആ കണ്ണുനീര് മക്കൾ തുടക്കുകയുള്ളൂ. കുഞ്ഞുങ്ങൾ വിശപ്പറിയണം, എങ്കിലേ മറ്റുള്ളവർ വിശന്നാൽ നാളെ അവർ ജീവിതത്തിലേക്കാകുമ്പോൾ ജീവിത പങ്കാളി വിശന്നാൽ വിശപ്പെന്തെന്ന് അവരറിയുള്ളൂ. കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, എൻ്റെ ജീവിത പങ്കാളിക്ക് ഈ 4 വർഷമായിട്ടും ഞാൻ എന്തേലും ഭക്ഷണം കഴിക്കുന്ന അവൾക്കറിയത്തില്ല അച്ഛാ. എന്തുകൊണ്ടാണ്? വിശപ്പറിഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കണ്ണുനീരും വേദനയും നമ്മുടെ മക്കളറിഞ്ഞ് വിശപ്പറിഞ്ഞ് ത്യാഗമറിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തണം. ഇന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയില്ല. ഇന്ന് മൊബൈൽ ഫോണും കുറേ കാർട്ടൂണും റീൽസും ഒക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു യാന്ത്രിക ലോകത്തിൽ ജീവിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറിയപ്പോൾ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീര് മക്കൾ കാണാതെ പോകുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പമായിരിക്കുമ്പോൾ സഹനത്തിൻ്റെ വഴികൾ, ഇവിടെ ഇരിക്കുന്ന കാരണവന്മാർ ഓർത്തു വയ്ക്കുകയും നിങ്ങളുടെ മാതാപിതാക്കളുടെ നിങ്ങളുടെ തോളിൽ വെച്ച് തന്ന കുരിശുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃപയായിട്ട് മാറിയേ.
അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം കൃപയായിട്ട് മാറാൻ, അനുഗ്രഹമായിട്ട് മാറാൻ, സഹനത്തിൻ്റെ വഴികളെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഉത്തരം കിട്ടാതെ പോയ ചില സമയങ്ങളുണ്ട്. ശരിക്കും നമ്മൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ശരിക്കും അവർ ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നേരെ വാഗ്ദത്ത നാട്ടിലേക്കാണോ പോയേ? ആണോ? പിന്നെ എങ്ങോട്ടായിരുന്നു? മരുഭൂമിയിലേക്കായിരുന്നു. ആ മരുഭൂമിയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? 40 വർഷത്തോളം നടന്നു എന്നാണ് പറഞ്ഞ മരുഭൂമിയിൽ. പക്ഷെ ഓർത്ത് നോക്കുകയും അവിടെ ആ 40 വർഷക്കാല ജീവിതം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം മുഴുവൻ സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, വിശപ്പിൻ്റെ വഴിയിലൂടെ കടന്നുപോയപ്പോൾ ദൈവം ഒരിക്കലും അവർ തകർന്നടിയാൻ അനുവദിച്ചിട്ടില്ല. അവർ വിശന്നപ്പോൾ അവർക്ക് ഭക്ഷണം ദൈവം കൊടുത്തു. അവർ ദാഹിച്ചപ്പോൾ ദൈവം നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം 15:26 കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് ദാഹിച്ചപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഒരു ജലം കാണിക്കുന്നു. പക്ഷേ ആ ജലം കയ്പുള്ളതായിരുന്നു. ഷൂർ മരുഭൂമിയിൽ നമ്മൾ കാണുന്നുണ്ട്, ജലം കയ്പുള്ളതായിരുന്നു. അപ്പോൾ വീണ്ടും മോശ ദൈവത്തെങ്കിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ തടിക്കഷ്ണം മോശയോട് പറഞ്ഞു, ഈ വെള്ളത്തിലിടുക. തടിക്കഷ്ണം മോശ വെള്ളത്തിലിട്ടു. അത് എങ്ങനെയുള്ളതായി മാറി? മധുരമുള്ളതായി മാറി. ഒന്നോർത്തിക്ക് പ്രിയപ്പെട്ടവരെ, ആ മരുഭൂമിയിൽ, ആ ഷൂർ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം എല്ലാം നഷ്ടപ്പെട്ട് ഒരിറ്റ ജലത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ ഒന്നോർത്ത് ദൈവം ജലം കാണിച്ചു കൊടുത്തു. അവിടെ സങ്കടം വരുമ്പോൾ ഒന്നോർത്തേക്ക് ദൈവം തടിക്കഷ്ണം കാണിച്ചു കൊടുക്കുന്നു. ഒന്നോർത്ത് നോക്കി, ഈ മരുഭൂമിയിൽ ഈ തടിക്കഷ്ണം ആര് കൊണ്ടുവച്ചു? ആര് കൊണ്ടുവച്ചു? ദൈവം കൊണ്ടുവച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന ഈ മരുഭൂമി, ഈ കാൽവരി യാത്രയിൽ ദൈവം നമുക്ക് വേണ്ടിയും കരുതി വെച്ചിരിക്കുന്ന ഒരു തടിക്കഷ്ണമുണ്ട്. നോർത്ത് നോക്കി, ഇന്നലകളിലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോർത്ത് നോക്കി, പണ്ടൊക്കെ എന്തുമാത്രം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കൊതിച്ചിട്ടില്ലേ? ഒരു വയറ്, ഇവിടെ ഇരിക്കുന്ന കാരണന്മാരൊക്കെ അറിയാം, ശരിക്കും ഒന്ന് വയറ് നിറഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ലല്ലോ. എത്ര അമ്മമാര് കഞ്ഞവെള്ളം കുടിച്ച് യാത്ര കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഓർത്ത് നോക്കി, ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ മേലാത്തതിൻ്റെ പ്രശ്നമുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവം കൊണ്ടു നടന്നതല്ലേ? നോർത്ത് നോക്കി, ജോലിയില്ല എന്ന് പറഞ്ഞ് അലഞ്ഞിരിഞ്ഞ് നടന്നപ്പോൾ ആരെയോ ദൈവം, ഒരു മനുഷ്യനിലൂടെ നിന്റെ കുഞ്ഞിനെ ദൈവം രക്ഷപ്പെടുത്തിയില്ലേ? ദൈവം ആ സഹനയാത്ര നിനക്ക് വേണ്ടി കരുതി വെച്ച തടിക്കഷ്ണോ മകനെ, മകളെ, അത് നീ ഒരു മറ്റുള്ള വീടുകൾ കണ്ടപ്പോൾ ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചു. പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയിലൂടെ ദൈവം നിനക്ക് ആ വീട് തന്നില്ലേ? പ്രതീക്ഷിക്കാത്ത നിന്റെ മകൾക്ക് ഒരു ജോലിയിലൂടെ നിനക്കൊരു വീട് ലഭിച്ചില്ലേ? ദൈവം ആ മരുഭൂമിയിൽ ആ സഹനത്തെ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ച തടിക്കഷ്ണോ മകനെ, മകളെ, അത്. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ നമ്മളെയൊക്കെ തനിച്ചാക്കിയിട്ട് ഈ വേദനകളും സങ്കടങ്ങളും കണ്ട് നിൽക്കുന്നൊരു ദൈവമൊന്നുമല്ല നമ്മുടെ ദൈവം. ഈ മരുഭൂമിയിലും നമുക്ക് വേണ്ടി തടിക്കഷ്ണവുമായി കരുതി നിൽക്കുന്നൊരു ദൈവമുണ്ട്. പക്ഷെ നമുക്കൊക്കെ സമയം കഴിഞ്ഞു പോയി. ഈ നോമ്പ് കാലത്ത് ഇത്രയും ദിവസം വന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ ദൈവമേ, എനിക്ക് ഈ സഹനം വീണ്ടും, നമ്മുടെ സമയമാ കടന്നുപോയേ. നമ്മൾ കാണുന്നുണ്ടല്ലോ, മത്തായി സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ സായാഹ്നമായി വിശക്കാൻ തുടങ്ങി, ഭക്ഷണമില്ല. ശിഷ്യന്മാരുടെ സമയം സായാഹ്നമായി. കർത്താവിൻ്റെ സമയം കടന്നുപോയോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാതോർത്ത് നിൽക്കുന്നവരായിട്ട് മാറണം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാതോർത്ത് നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറണം. ആ മരുഭൂമിയിൽ കരുതി വെച്ച് ആ തടിക്കഷ്ണം ദൈവം കരുതി വെച്ചതുപോലെ നമ്മളും പ്രത്യാശയോടെ ഈ സഹനയാത്രയിൽ തളരാതെ ദൈവം നമ്മളെയും കാത്തു നിർത്തുമെന്നുള്ള ആ പരിപൂർണ ബോധ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകാണ്ട് നമുക്ക് സാധിക്കണം. ഈശോവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വചനത്തിലൂടെ പോകുമ്പോൾ നമ്മുടെയൊക്കെ വേദനയുടെ പിന്നിൽ ദൈവകരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതായിട്ട് മാറുന്നു. നമ്മുടെയൊക്കെ സഹനത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 18:1 പറയുന്നുണ്ട്, ഈശോ പറയുന്ന, എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വെച്ച് നീട്ടുന്ന ചില പാനപാത്രത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അത് ഹൃദയത്തോട് ചേർത്ത് വെക്കണം. പിതാവ് തന്ന പാനപാത്രം പുത്രൻ കുടിച്ചു. നമ്മൾ കണ്ടത് സെബദിപുത്രന്മാർ ഈശോയുടെ അടുക്ക് ചെല്ലുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ കുരിശ് ഇഷ്ടമില്ലാത്തവരാണ് നമുക്കൊക്കെ അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോയെ മതി. പോരെ? കുരിശ് വഹിക്കുന്ന ഈശോയെ ഇഷ്ടമുള്ളവർക്ക് കാര്യം ഉയർത്തുക. കുരിശ് വഹിക്കുന്ന ഈശോയെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നിട്ടാണ് ഈ കുരിശാന്ന് പറഞ്ഞിരിക്കും.
അതാ പറഞ്ഞു, നമ്മൾ സത്യം പറയുകയില്ല. നമുക്കൊക്കെ കുരിശിലുള്ള ഈശോയെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ, പക്ഷേ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു ത്യാഗവും ഏറ്റെടുക്കാൻ പറ്റില്ലാത്തവർ നമ്മൾ. അതൊക്കെ നമ്മുടെ മക്കൾക്കും കിട്ടുന്നുണ്ട്. അച്ഛനോട് പിണക്കമുണ്ടോ മക്കളെ? ഇല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന പൂർവ്വ യൗസേപ്പ്, പഴയ നിയമത്തിൽ പൂർവ്വ യൗസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒന്നോർത്ത് നോക്കി. ശരിക്കും സ്വന്തം പ്രിയപ്പെട്ടവരാൽ തഴയപ്പെടുന്നൊരു ജീവിതം, പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുന്നൊരു ജീവിതം. ശരിക്കും നമുക്ക് ആ പൂർവ്വ യൗസേപ്പിൻ്റെയൊക്കെ ജീവിത വഴികളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങൾ ഇന്നുണ്ട്. നമുക്ക് നമ്മുടെയൊക്കെ പഴയ കുടുംബങ്ങൾ എന്തുമാത്രം സ്നേഹ ഐക്യം ഉണ്ടായിരുന്നു, സഹോദര ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ ആ ഒരു വിശേഷ ദിവസം വരുമ്പോൾ, ഒരു ഈസ്റ്റർ വരുമ്പോൾ, ഒരു പെസഹ വരുമ്പോൾ ഒരുമിച്ച് ചേരുന്ന ഒരു സ്നേഹാന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളുണ്ടായിരുന്നു. ആ വീട്ടിൽ പ്രായമായിരിക്കുന്ന അപ്പനും അമ്മയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്നേഹാന്തരീക്ഷം നമ്മുടെയൊക്കെ പഴയ കുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്ന് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും പരസ്പരം കയറിയിറങ്ങിയാലാത്ത അപ്പനും അമ്മയൊക്കെ ആ ഒരു പ്രിയപ്പെട്ട മക്കളുടെ മുഖം കാണാൻ കൊതിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ഇന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേദനകൾ തരുന്ന രക്തബന്ധങ്ങളാണോ ഈ ദേവാലയത്തിൻ്റെ ഈ പടിവാതിക്കലിരുന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ? നമ്മുടെ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി തീർന്ന, അങ്ങനെ ലോകത്തിന് പ്രകാശമായി തീർന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കൊക്കെ നമ്മൾ വളരുമ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് ആ കാൽവരിയെ പോലും കുത്തി മുറിവേൽപ്പിച്ചവൻ്റെ ആ ഹൃദയത്തെ പോലും വിശുദ്ധീകരിക്കുന്ന, അവൻ്റെ അന്ധതയെപ്പോലും പ്രകാശമാക്കി മാറ്റുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ കാണാതെ പോകരുത്. കുത്തി മുറിവേൽപ്പിച്ചവനെ പോലും സുഖപ്പെടുത്തിയ ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരും രക്തബന്ധങ്ങളുമൊക്കെ ചില സമയങ്ങളിൽ നമ്മളെയൊക്കെ കുത്തിമുറിവേൽപ്പിച്ചിട്ടുണ്ട്. ആ ഹൃദയത്തിലേറ്റ മുറിവിനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? കുമ്പസാരത്തിലൊക്കെ ക്ഷമിച്ചെന്ന് പറയും, പക്ഷെ മറക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലച്ചാ, രാത്രി ഞെട്ടി എഴുന്നേക്കുക, മറക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈശോ പറഞ്ഞത്, പിതാവേ, ഇവരെന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. ക്രിസ്തു ദൈവമായുകൊണ്ട് അങ്ങനെ അല്ല, ക്രിസ്തുവിൻ്റെ ശരിക്കും ആ പച്ചയായ മനുഷ്യൻ സകലരോടും ക്ഷമിച്ചുവെങ്കിൽ, നമ്മൾ നടത്തുന്ന ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമുണ്ടാകണമെങ്കിൽ, നമ്മൾ അർപ്പിക്കുന്ന ബലി സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ ഒരു സമർപ്പണം ഉണ്ടാകണം. ചിലപ്പോൾ നമ്മളൊക്കെ അർപ്പിക്കുന്ന ബലിയുണ്ടല്ലോ, സ്വന്തം രക്തബന്ധത്തോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടൊക്കെ പിണങ്ങിക്കഴിഞ്ഞിട്ട് വന്ന് അർപ്പിക്കുന്ന ബലി, അത് കർത്താവ് സ്വീകരിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാ തോന്നുന്നു? എന്നാലും ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ, കർത്താവ് സ്വീകരിക്കാതിരിക്കുമോ? ഇല്ല, സ്വീകരിക്കുകയില്ല. നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇടക്കമുണ്ടെങ്കിൽ നീ ആ ബലിവസ്തു വെച്ച് അവരോട് പോയി, അവർക്ക് നിന്നോടുണ്ടെന്ന് തോന്നുമെങ്കിൽ, എൻ്റെ അവരോട് അധികം അടുക്കാതിരിക്കുന്നത് നല്ലത്. അടുത്തപ്പോൾ എല്ലാം പ്രശ്നമായിരുന്നു. കർത്താവ് അങ്ങനെ പറഞ്ഞവനല്ല. കർത്താവ് ത്യാഗത്തിൻ്റെ വഴിയിലൂടെ ലോകത്തിന് പ്രകാശം കൊടുത്തവനാണ്. അങ്ങനെയെങ്കിൽ ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയും ജീവിതത്തെ, പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പാത സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വേദനകളുടെ പിന്നിലും ദൈവകരമുണ്ട്, ദൈവം കൂടെയുണ്ട്. നമ്മൾ ഒന്നുമല്ലാതെ നിൽക്കുന്ന സമയത്ത് മുമ്പേ പറഞ്ഞതുപോലെ ആ കാഗുൽത്താമറിയിൽ കർത്താവ് ആ ലോകത്തെ രക്ഷിക്കാനായിട്ട് തനിയെ നിന്നപ്പോൾ ആ പിതാവിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ ആ കാഗുൽത്താം മലയിൽ ഒഴുകിയിറങ്ങിയ നിമിഷമായിരുന്നു. നമ്മളും ഈ ഭൂമിയിൽ ജീവിത പങ്കാളികൾ, മക്കളാ രക്തബന്ധത്താൽ ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുമ്പോഴുണ്ടല്ലോ, ദൈവാനുഗ്രഹം നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ ഒഴുകിയിറങ്ങുന്ന ചില സമയങ്ങളാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ കരുതരുത്. യോബ് ഒറ്റപ്പെട്ടു പോയ സമയം അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയങ്ങളായിരുന്നു. പൂർവ്വ യൗസേപ്പ് ആ പൊട്ടക്കിണലിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ പൂർവ്വ യൗസേപ്പ് അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളെനിക്ക് നന്മ ചെയ്തു ദൈവം, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു ദൈവം എല്ലാം നന്മയാക്കി മാറ്റിയെന്ന്. ദൈവമാണ് പ്രിയപ്പെട്ടവരെ നന്മയാക്കി മാറ്റുന്നത്. ഈ ലോകം എന്തുമാത്രം വേദനകളും സഹനങ്ങളും നൽകിയാലും നിൻ്റെ ദൈവം ഈ സഹനത്തെ അനുഗ്രഹമാക്കി മാറ്റും. അതുകൊണ്ട് സഹനത്തിൻ്റെ തടവറയിലും ചില സമയങ്ങളിൽ ദൈവം നമ്മെ തനിച്ചാക്കി നിർത്തുന്ന ചില സമയങ്ങളുണ്ട്.
പക്ഷേ അത് ദൈവിക പദ്ധതി അതിൻ്റെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിനെ മാത്രമേ നമ്മൾ തിരിച്ചറിയുക, സഹനത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. യേശുവിൻ്റെ കുരിശിനെ മാത്രമേ പറ്റുകയുള്ളൂ. ഈശോ പറയുന്നുണ്ട്, നമ്മൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഒരു ക്രിസ്ത്യാനി അങ്ങനെയായിരിക്കും, ഈശോയെ പോലെ. നാം ജെറുസലേമിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് അറിയാം, ഈശോ സഹിക്കാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ജീവിതയാത്രയിൽ സഹനങ്ങളുണ്ട്. സഹനമില്ലാത്ത, കുരിശില്ലാത്തൊരു ജീവിതമില്ല. നമ്മളും ജെറുസലേമിലേക്ക് പോകുന്നവരാ, കാൽവരിയിലേക്ക് നടക്കുന്നവരാ. ഈ കാൽവരി യാത്രയിൽ ഒത്തിരിയേറെ വേദനകളും സഹനങ്ങളും ഒക്കെ തരുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അത് ജീവിത പങ്കാളിയുടെ രൂപത്തിൽ, അമ്മായിമ്മയുടെ രൂപത്തിൽ. അമ്മായിമ്മ മരിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. ചിലർ രക്ഷ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. ഒരിക്കലും കാരണന്മാർ, ഇത് നമ്മുടെ വിഷയമല്ല, ഒരിക്കലും കാരണന്മാർ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുതേ. ആരും വിളിച്ചു പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സഹനങ്ങളും ത്യാഗങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ നമ്മൾ കാൽവരിയിലേക്ക്, ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നവരാ. ഈ കാൽവരി യാത്രയിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യർ നമുക്ക് ജീവൻ നൽകുന്നവരാ. ശരിക്കും ഓർത്ത് വയ്ക്കുകയും നമുക്കുണ്ടായ ത്യാഗങ്ങളും ചിലർ തന്ന വേദനകളും ഒക്കെയല്ലേ കർത്താവിലേക്ക് നമ്മളെ അടുപ്പിച്ചേ. ഇല്ലെങ്കിൽ ഈ കുരിശിൻ്റെ വഴിക്ക് നിങ്ങളിന്ന് വരുമായിരുന്നോ? ഇല്ല. നമ്മുടെ രക്തബന്ധങ്ങൾ തന്ന വേദന, ജീവിത പങ്കാളി തന്ന വേദന, മക്കൾ തന്ന വേദന, ആ വേദന ഇറക്കി വെക്കാൻ ഈശോയുടെ കുരിശിൻ്റെ വഴിയോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ വന്നവരാ. അതാണ് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ചൂടറിയാൻ കർത്താവ് നമ്മുടെ ജീവിതത്തെ വെച്ച് നീട്ടുന്ന ചില പാനപാത്രത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. രോഗമാകുന്ന പാനപാത്രം, ഒറ്റപ്പെടലുകളാകുന്ന പാനപാത്രം, ആ പാനപാത്രത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ തിരസ്കരണത്തിൻ്റെ വേദനയുടെ വഴിയിലൂടെ പോകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. എന്താ പറഞ്ഞേ? തിരസ്കരണത്തിൻ്റെ വേദനയുടെ വഴിയിലൂടെ പോകാൻ വിളിക്കപ്പെട്ടവർ. എന്നോർത്ത് നോക്കി, ക്രിസ്തു തൻ്റെ വേദന, ആ ശരീരത്തിൻ്റെ വേദന ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് സംരക്ഷണം കൊടുത്തവനാ ക്രിസ്തു. അങ്ങനെയല്ലേ? ലോകത്തെ രക്ഷിക്കാൻ സ്വന്തം ശരീരത്തിൽ വേദന ഏറ്റെടുത്തവരാ. പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾക്ക് വിശുദ്ധ കുർബാനയുടെ സമയം ഈശോയുടെ തിരുശരീരത്തിൻ്റെ മുറിക്കപ്പെടലിനെയൊക്കെ ധ്യാനിച്ച് വിശുദ്ധീകരണത്തിൻ്റെ പെരുവീടമേ സുസ്തി എന്ന് പറഞ്ഞ് ഈ ദേവാലയത്തോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ ബലി പൂർത്തീകരിക്കപ്പെട്ടോ? ഒരു ബലിയനന്തര ജീവിതം നമുക്കൊക്കെ ഉണ്ട്. നമുക്ക് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സുസ്തി എന്ന് പറഞ്ഞ ആ ബലി ദേവാലയത്തിൽ അവസാനിപ്പിച്ച് പോകാൻ എളുപ്പമാണ്. പക്ഷേ ഈ മുറിക്കപ്പെടൽ മറ്റുള്ളവർക്ക് സ്വന്തം ജീവൻ ത്യാഗമായി, യാഗമായി നൽകി മറ്റുള്ളവർക്ക് സംരക്ഷണമായി തീരുമ്പോഴാണ് ഈ ബലി പൂർത്തീകരിക്കപ്പെടുക. അവിടെയാണ് നീ പ്രകാശമായിട്ട് മാറുന്നേ. അതുകൊണ്ട് ചില കുടുംബങ്ങളിലുള്ളോ ചിലരെ സഹിക്കാൻ വേണ്ടി മാത്രം ദൈവം വിളിക്കുന്നുണ്ട്. എന്നാലും അച്ഛൻ എന്നെ തന്നെ എടുത്തല്ലോ പറയരുത്. നമ്മൾ ബൈബിളിൽ കണ്ടിട്ടില്ലേ, ചില മനുഷ്യരെ ദൈവം സഹനത്തിൻ്റെ വഴിയിലൂടെ മാത്രം. ശരിക്കും പരിശുദ്ധ അമ്മയൊക്കെ അങ്ങനെയല്ലേ? ദൈവത്തിൻ്റെ അമ്മ, അത് മാത്രം ചിന്തിച്ചാൽ മതി. ദൈവത്തിൻ്റെ അമ്മ, ഏറ്റവും വിശുദ്ധയായ അമ്മ, ഈ അമ്മയെ ദൈവം സഹനത്തിൽ നിന്ന് മാറ്റി നിർത്തിയോ? ഇല്ല. ദൈവത്തിൻ്റെ അമ്മയെപ്പോലും ദൈവ സഹനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. ഈ ലോകത്തിന് പ്രകാശം കൊടുക്കാൻ, അന്ധകാരത്തെ പ്രകാശമായി മാറാൻ ഈശോ സഹനത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയും കുടുംബത്തിൽ പ്രകാശം കടന്നു വരാൻ, സമാധാനം കടന്നു വരാൻ ത്യാഗത്തിൻ്റെ വഴികൾ നമ്മളും തിരഞ്ഞെടുക്കണം. അവിടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ നോ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് മൊബൈൽ ഫോണൊക്കെ. മക്കളെ നിങ്ങൾ ചെറുപ്പം വരുത്തി ഈ നോമ്പ് കാലത്തൊക്കെ തീരുമാനം എടുക്കണം. മൊബൈൽ ഫോൺ, കാർട്ടൂണ്, റീൽസ് ഇതൊന്നും വേണ്ടെന്ന് വെക്കണം. ത്യാഗത്തിൻ്റെ വഴികൾ അനുഗ്രഹമാണ്. മക്കൾക്കെല്ലാം ചോദിക്കുന്നു മേടിച്ചു കൊടുക്കുമ്പോൾ അവിടെ സഹനങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ആഗ്രഹങ്ങൾ കൊടുത്ത് നോ എന്ന് പറയാൻ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വയം വേദനയായി തീർന്ന്, സ്വയം യാഗമായി തീർന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നത്, മാതാപിതാക്കൾ സംരക്ഷിക്കുന്നത് മക്കൾ കാണണം. ഇന്ന് പരസ്പരം മത്സരിക്കുന്ന, കലഹിക്കുന്ന ബന്ധങ്ങൾ കാണുന്ന മക്കളും തകർന്നു പോകുന്നു എന്ന് ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ചിന്തിക്കാം, ദൈവമേ, ഞാൻ യാഗമായി തീർന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള കൃപ ദൈവമേ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചെയ്യാത്ത കുറ്റങ്ങളുടെ കുരിശ് ചുമക്കാൻ വിളിക്കപ്പെട്ടവരാ. എന്താണെന്ന് അച്ഛൻ പറഞ്ഞേ? ഉറക്കെ പറഞ്ഞേ. ചെയ്യാത്ത കുറ്റങ്ങളുടെ കുരിശ് ചുമക്കാൻ വിളിക്കപ്പെട്ടവരാ. അങ്ങനെ ഉള്ളവരൊന്ന് കരം ഉയർത്തിക്കുക. മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട. ആരും ബുക്ക് വരുന്ന അച്ഛനറിയാം. ചുമ്മാ ചോദിച്ചു.
മറ്റുള്ളവരെന്നാ ഓർക്കും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ, മറ്റുള്ളവർ അയ്യോ പ്രശ്നമാണ്. നമ്മളെപ്പോലെ ഹൃദയ തുറവിയില്ലാത്തവർ, വീട്ടിൽ പോലും ഒരു തുറവിയില്ല, ജീവിത പങ്കാളിയുടെ മുന്നിൽ തുറവില്ല, മക്കൾക്ക് മാതാപിതാക്കളുടെ മുന്നിൽ അടയ്ക്കപ്പെട്ട ജീവിതം മലയാളികളുടെ ജീവിതമായി പോയി പാർപ്പിൽ എല്ലാം അടയ്ക്കപ്പെട്ട ജീവിതം, ഒരു മൊബൈൽ ഫോണിൽ മാത്രം ഒതുങ്ങിയ ജീവിതമായി നമ്മുടെയൊക്കെ ജീവിതം മാറി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചെയ്യാത്ത കുറ്റങ്ങളുടെ കുരിശ് ചുമന്നവനാ ക്രിസ്തു. ആ വിളി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ചെയ്യാത്ത കുറ്റങ്ങളിലെ ക്രിസ്തുവിൽ ആരോപിച്ച് ചെയ്യാത്ത കുറ്റങ്ങളുടെ കുരിശ് ചുമക്കുമ്പോഴും ഇത് വിശുദ്ധീകരണത്തിൻ്റെ പാതയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ മുറിവുകൾക്കും ഈ വേദനകൾക്കും ഒരു മാധ്യസ്ഥ വിലയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ചിലരെ ദൈവം സഹിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നെന്ന്. ചില കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ, ചില വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടാൻ നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീര് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമാണ്. നമുക്ക് ഈശോയുടെ സന്നിധി എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ ഈ ശുശ്രൂഷ ആരംഭിച്ചു. ഈശോ കടന്നുപോയ 14 സ്ഥലങ്ങളെ ധ്യാനിച്ച് നമ്മൾ കടന്നുപോയി. അതിൻ്റെ ഓരോ വഴികളിലൂടെയും കടന്നുപോയപ്പോൾ ആ പ്രാർത്ഥനാ ഗാനങ്ങളിലും ആ പ്രാർത്ഥനകളിലുമൊക്കെ ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ഞാൻ കണ്ടെത്തി. ഈശോയെ, അങ്ങ് കടന്നുപോയ ആ ത്യാഗത്തിൻ്റെ കുരിശിൻ്റെ വഴികളൊക്കെ ലോകവിശുദ്ധീകരണത്തിന് കാരണമായി തീർന്ന പോലെ ദൈവമേ, ഞാൻ കടന്നു പോകുന്ന കുരിശിൻ്റെ വഴികളും ഒറ്റപ്പെടലുകളും വേദനകളുമൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമാകുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. വചനവ്യാഖ്യാനത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ നമ്മൾ കണ്ടു, 2 കള്ളന്മാരുടെ കുരിശിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അവരുടെ പാപത്തിൻ്റെ പരിണതഫലമായി അവരുടെ തോളിലേറെ കുരിശിനെയാണ് നമ്മൾ കണ്ടത്. ജെറമിയായുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, അവരുടെ പാപത്തിൻ്റെ പരിണതഫലമായി അവരെ തേടി വന്ന കുരിശുകൾ, ത്യാഗങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ യേശുവിൻ്റെ കുരിശ് അതല്ലായിരുന്നു. പിതാവായ ദൈവം വെച്ച് നീട്ടിയ ആ കുരിശ് ലോകരക്ഷയ്ക്കായിട്ട് പിതാവായ ദൈവം അനുവദിച്ച കുരിശ് സന്തോഷത്തോടെ പുത്രൻ സ്വീകരിച്ചപ്പോൾ അത് ലോകരക്ഷയ്ക്ക് കാരണമായി തീർന്നു. ജോബിൻ്റെ പുസ്തകവും നമ്മൾ കണ്ടു, നന്മയിൽ ജീവിച്ചിട്ടും കടന്നു വന്ന സഹനം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് നിന്നപ്പോൾ 7 ഇരട്ടി അനുഗ്രഹം ജോബിൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. ദൈവമേ, ഞാനും എൻ്റെ ജീവിത പങ്കാളിയാലും മക്കളാലും പ്രിയപ്പെട്ടവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് അങ്ങ് കാൽവരിയിൽ നിന്നുപോലെ നിൽക്കുമ്പോൾ ദൈവമേ, നീ കുടിച്ച പാനപാത്രം കുടിക്കാൻ നീ എന്നെയും വിളിച്ചു. ഈശോയെ, നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ഒരിക്കലും സഹനത്തിലും ത്യാഗത്തിലും ദൈവത്തെ പഠിക്കുന്നവരായി മാറാതെ സത്യവിശ്വാസത്തോടും സഭയോടും കുദാശകളോടും ചേർന്ന് നിന്ന് മക്കൾക്ക് മാതൃകാപരമായ ജീവിതം നയിക്കുന്ന സഭ പറയുന്ന പോലെ യേശു ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ച എല്ലാവരും യേശുവിൻ്റെ പൗരോഹിത്യ രാജകീയ പ്രവാചക ശുശ്രൂഷയിൽ പങ്കാളിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വിശുദ്ധിയുള്ള ഒരു പുരോഹിതനായിരിക്കണം, വിശുദ്ധിയുള്ളൊരു രാജാവായിരിക്കണം, രാജ്ഞിയായിരിക്കണം. കാലഘട്ടത്തിൻ്റെ കുറവുകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ല പ്രവാചകരായി മാറണം. ഈശോയെ, സഹനത്തിലൂടെ മക്കളെ പഠിപ്പിക്കാൻ കൃപ തരണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഒരു വാക്ക് ഞങ്ങൾ വിചാരിച്ച വസിച്ച പ്രത്യേകിച്ച് കൂട്ടായ്മയോട് ചേർത്തെടുത്താൻ എന്നെ വിളിച്ചതിന് എത്ര സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളെല്ലാവരും ഇത്രയും സമയം ഈശോയുടെ വചനം ശ്രവിക്കാനായിട്ട് ഇഷ്ടക്ഷമയോടെ ഇരുന്നതിനെ ഓർത്തും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇരിക്കാം. എത്ര ഭംഗിയായിട്ടാണ് വചനം നമ്മളോട് പ്രഘോഷിച്ചത്. ഒരുപക്ഷെ ഞാൻ ഓർക്കാണ്, നമ്മുടെ ഇടവകയ്ക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ഇടവക അതിർത്തിക്കുള്ളിൽ നമ്മുടെ ഇടവകയോട് ചേർന്ന ഒരു ധ്യാന കേന്ദ്രം, അവിടെ നമ്മുടെ ഈ ദേശത്തിന് വേണ്ടി നിരന്തരമായ പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നു. ഞങ്ങൾക്ക് വൈദികർക്കാണേലും അതൊരു വലിയ സഹായമാണ്. ഒരാവശ്യത്തിന് എപ്പോഴും നമ്മോട് സഹകരിക്കുന്ന ഒരു വൈദിക കൂട്ടായ്മ ഇവിടെയുണ്ട്. ഞങ്ങൾക്കാണേലും ഇടയ്ക്കൊന്ന് കുമ്പസാരിക്കാനും ഒക്കെ ആയിട്ട് അവരെപ്പോഴും സന്നദ്ധരാണ്, സഹായം നൽകുന്നുണ്ട്. ഇന്ന് നമ്മളെ ഈ ഒരു സമൂഹത്തെ ഇത്തരത്തിൽ പല രീതിയിൽ
വ്യക്തമായിട്ട് അറിയാവുന്ന ആ അറിവിൽ നിന്നുകൊണ്ട്, ആ അനുഭവജ്ഞാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളോട് കൃത്യമായിട്ട് വചനം ഉപയോഗിച്ച് അല്ലെങ്കിൽ വചനത്തെ പ്രഘോഷിക്കുകയായിരുന്നു ജോബിനച്ചൻ. അത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ വചനത്തെ ചേർത്ത് വയ്ക്കാൻ അച്ഛൻ ഈ കഴിഞ്ഞ മണിക്കൂറിൽ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. അച്ഛൻ നമ്മളോട് വലിയ താല്പര്യത്തോടെ നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനം നമ്മുടെ പ്രാർത്ഥനകൾ അച്ഛന് നൽകാം. വലിയ ഒരു ഉത്തരവാദിത്തമാണ് അച്ഛൻ്റെ സന്യാസ സമൂഹം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരം ഒരുപാട് പേർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ അച്ഛനെ സംബന്ധിച്ച് തിരക്കിൻ്റെ ദിവസങ്ങളാണ്. നാളെ കഴിഞ്ഞ് മുതൽ വലിയൊരു ശുശ്രൂഷ അവരുടെ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിക്കാൻ തുടങ്ങുന്നു. നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും അതിനിടയിലും അച്ഛൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു, നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു, നമ്മളോട് വചനം പ്രഘോഷിച്ചു. അച്ഛനെ ഒത്തിരി നന്ദിയോടെ ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമുക്ക് അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് ബലം പകരാം. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെയും കൈക്കാരന്മാരുടെയും ഈ പാറമ്പുഴ ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ്റെയും പേരിൽ അച്ഛന് നന്ദി പറയുന്നു.